ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൊട്ടത്തേങ്ങ. അപ്പം മച്ചാന്മാർ ഇപ്പം നമ്മളെവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ താഴത്തുളക്കട സ്റ്റേഡിയത്തിലാണ്. കണ്ട മച്ചാന്മാരെ, ഇതെന്ന് പറഞ്ഞാൽ ഈ ഷട്ടിലിൻ്റെ ഒരു കോർട്ടാണ്. പിന്നെ അവിടെയാണ് ഫുട്ബോൾ കളിക്കുന്നത്. എല്ലാം കാണിച്ചു തരാം. അത് മാത്രമല്ല സ്റ്റേഡിയം ഒന്ന് കാണിക്കാം. അതിന് മുമ്പ് ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി സ്റ്റേഡിയം ഒന്ന് കാണാം. നമ്മളിവിടെ ഗേറ്റ് തുറന്ന് വരുമ്പോൾ ആദ്യം ഇവിടെ നമ്മുടെ ഷട്ടിലൊക്കെ കളിക്കുന്ന ഒരു കോർട്ടാണ്. അവിടെ അകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് അതൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രിയിലൊക്കെ ലൈറ്റ് കളിക്കാനുള്ള ലൈറ്റൊക്കെ ഉണ്ട്. കണ്ടോ, അവിടെ രാത്രിയിലൊക്കെ കളിക്കാനുള്ള ലൈറ്റൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഷട്ടിലിൻ്റെ. പിന്നെ ഇവിടെ രണ്ട് ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. എനിക്ക് എന്തിനാണെന്നറിയത്തില്ല, രണ്ട് ബിൽഡിംഗ് ഉണ്ട്. പിന്നെ ഫുള്ള് തറയോടിട്ടേക്കാണ് ഫുള്ള്. പിന്നെ സൈഡിൽ നെറ്റല്ല ഗൈസ്. ഞാൻ ആദ്യം വിചാരിച്ച നെറ്റാണ്, പക്ഷെ നെറ്റല്ല. കാരണം കണ്ടോ, ഇത് വലയാ ഗൈസ്, വലയാണ്. അത് വെച്ചാണ് മൊത്തം അങ്ങ് വരെ വല, ഫുള്ള് വലയാ. ആ വെച്ചാൽ താഴെ ഫുള്ള് തറയോടൊക്കെയാണ്. പിന്നെ സൈഡിൽ മരങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ രണ്ട് പോസ്റ്റ്, അത്യാവശ്യം നല്ല വലിയൊരു പോസ്റ്റാണ്. ഇവിടെ വൈകിട്ടൊക്കെ ഒരു 4:30 കഴിയുമ്പോഴാണ് ഫുട്ബോൾ കളിയൊക്കെ തുടങ്ങുന്നത്. പിന്നെ ഇവിടെ പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കും. പിന്നെ അത് മാത്രമല്ല വെച്ചാൽ പിന്നെ സൈഡിൽ വിശ്രമിക്കാനും ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ ഇരിക്കാൻ അങ്ങ് അവിടെ ഒരു മാവൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അവിടെയൊക്കെ ഫുള്ള് നമുക്ക് ഇരുന്ന് കാണാനുള്ള അവസരമൊക്കെ ഉണ്ട്. പക്ഷെ ബോളെങ്ങാനും ദേഹത്ത് കൊണ്ടാൽ പണി കിട്ടും. അപ്പം ഇതാണ് മച്ചാന്മാർ ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത്. കണ്ടോ മച്ചാന്മാരെ, ഇവിടെ ഫുള്ള് അവിടെയാണ് നമ്മളിരുന്ന് കാണാനൊക്കെ കഴിയുന്നത്. സത്യത്തിൽ ഇപ്പോൾ രാവിലെയാണ് വന്ന് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഇച്ചിരി വെയിലുണ്ട്, ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ചെറിയ വെയിലൊക്കെ ഉണ്ട്, രാവിലത്തെ ചെറിയ വെയിലുണ്ട് ഗൈസ്. എന്നും ഇവിടെ വൈകിട്ട് ഫുട്ബോളും പിന്നെ ഇവിടെ പിള്ളേർ ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നുണ്ട്. എന്നും ഡെയിലി ഉണ്ട്. പിന്നെ രാവിലെ ഇവിടെ വെച്ചാണ് മറ്റേ ക്യാമ്പുണ്ട്, ഫുട്ബോളിൻ്റെ ക്യാമ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു മാവൊക്കെ ഉണ്ട്, കുഞ്ഞു മാങ്ങയാണ് മൊത്തം. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് സെറ്റ് ലൈറ്റുണ്ട്, ചുറ്റും ലൈറ്റുകളുണ്ട്. ഇവിടെ തന്നെ അകത്തോട്ട് ഫുള്ള് സെറ്റ് ലൈറ്റുണ്ട്. അത്യാവശ്യം നല്ലൊരു ഇതാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ ടർഫായിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ സ്റ്റേഡിയം എന്നാ പറഞ്ഞേക്കണേ. കൊള്ളാം, കുഴപ്പമില്ല. നമ്മളെന്നും ഇവിടെ വരുന്നതാണ്, നമ്മളെന്നും ഇവിടെ നിന്ന് കളിക്കുന്നതാണ്. മച്ചന്മാരെ കണ്ടോ, ഇതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയൊരു 2 പോസ്റ്റാണ്. അവിടെയും പിന്നെ ഇവിടെയും 2 പോസ്റ്റ് ഉണ്ട്. പിന്നെ മച്ചന്മാരെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറയിലും നമ്മൾ രാവിലെ ഇവിടെയൊക്കെ വരുമ്പം കുട്ടികൾ ഷട്ടിലൊക്കെ കളിക്കുന്ന കാണാം. പിന്നെ അവിടെ ഇരുന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഫുള്ള് വ്യൂ കാണാൻ കഴിയുന്നത്. എൻ്റെ മേളിലൊരു ചെറിയ മാവുണ്ട്, അത് ഈ കുഞ്ഞു മാങ്ങകൾ അതിലുണ്ട്. ഇത് ഇവിടുന്ന് അടിപൊളി വൈബ് ഫുള്ള് കാണാൻ പറ്റിയാണ്ട് കഥയൊക്കെ കാണാം. അങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. സോ ഗൈസ്, നല്ല വെയിലാണ്. ഇപ്പം 9:30 ആയിട്ടുണ്ട്, നല്ല വെയിലാണ്. അപ്പോൾ ഗൈസ് ഇവിടെ ഒരു മാവുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റേഡിയമാണ്. ഇത് കണ്ടോ, ചമ്മര്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ സൈഡിൽ മേളിൽ നെറ്റുണ്ട്, ഇവിടെ സാര കമ്പിയാണ്. ഇവിടെ ഷട്ടിലിൻ്റെ കോർട്ട് മാത്രമേ ഇതുള്ളൂ. ഇവിടെ മേളിൽ വലയാണ്, പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പക്ഷേ താഴെ കമ്പിയുടെ സംഭവമാണ്. പക്ഷെ നമ്മുടെ ഈ മതിലിന് ചുറ്റുമുള്ളത് വലയുടെ തന്നെയാണ്. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ പകുതി വരെ കമ്പിയുടെ ഇതുള്ളത്. അത് കൊള്ളാമെന്ന് തോന്നുന്നു. പിന്നെ മേളിൽ കയറിപ്പോകാനൊക്കെ സംഭവമുണ്ട്. അത് മറ്റേ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനൊക്കെയാണ് മേളിൽ. ഇവിടെ രാത്രിയിൽ അങ്ങനെ പുതുതായിട്ട് കളിയൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഉദ്ഘാടനത്തിനൊന്ന് ഉണ്ടായിരുന്നു ഇവിടെ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഓവർവ്യൂ ഇതാണ് സെറ്റ്. കണ്ടോ, അടിപൊളി. ഇവിടെ 2 ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 2 ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അത്യാവശ്യം വെളിയിൽ നിന്നുള്ള വ്യൂ ഇതാണ് വെച്ചാൽ. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ട്. വെളിയിൽ വൈകിട്ടൊക്കെ നല്ല വൈബാണ് ഇവിടെ വന്നിരുന്ന മാച്ചൊക്കെ കാണാനൊക്കെ. ഓക്കെ, ഇവിടെ ഫ്രീ ഒക്കെയാണ്, എല്ലാവരും ഫ്രീ ആയിട്ട് വന്നാണ് കളിക്കുന്നത്, പൈസയൊന്നും കൊടുക്കണ്ട. ഓക്കെ, അപ്പം അടിപൊളി വൈബാണ് ഇവിടെ. സൈഡിൽ ഇവിടെ സത്യം പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നതൊക്കെ ഫുള്ള് മരവും കാടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതൊക്കെ വെട്ടിത്തെളിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കൂടുതലും എല്ലാവരും അതിലൊക്കെ ഇരുന്നാണ് ഇതെല്ലാം കാണുന്നത്. നമ്മുടെ റിവ്യൂ ഏകദേശം ഇത്രയേ ഉള്ളൂ. ഓക്കെ, സ്റ്റേഡിയം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം എന്നും വൈകിട്ട് അവിടെ ഫുട്ബോളുണ്ട്, ക്രിക്കറ്റൊക്കെ ഉണ്ട്. അപ്പം
അതായത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ടൊക്കെയുള്ള ഇനിയും വീഡിയോസൊക്കെ വരും. സോ അപ്പം പുതിയൊരു വീഡിയോ കാണാം. അപ്പം ബൈ.